മനുഷ്യനായി പിറന്ന കർത്താവായ യേശുവെ, ഞങ്ങളുടെ പിറവി ആഘോഷിപ്പാനായിട്ട് ലോകമെമ്പാടും ഒരുങ്ങുന്നതായ നാളുകളിൽ ബൈബിൾ സൊസൈറ്റിയുടെ വാളകം ബ്രാഞ്ചിനും അങ്ങനെ പദവി ലഭിച്ചത് ഓർത്തിനെ വാഴ്ത്തും. ഉയരങ്ങളിൽ നിന്നും സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് മാനവനായ മനുഷ്യരുടെ കൂടെ പാർക്കുവാൻ കടന്നുവന്ന കർത്താവിനെ ഞങ്ങൾ നന്ദിക്കുന്നു. രക്ഷണ പ്രവൃത്തികളെയൊക്കെ മനസ്സിലാക്കുവാൻ കർത്താവെ കേൾക്കുന്ന ക്രിസ്മസ് ദൂതുകളിലൂടെ യഥാർത്ഥമായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ അപ്രകാരം ജീവിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കാകുന്നുവല്ലോ. ഈ നാളുകളൊക്കെയും കർത്താവെ ഇടവകളായി സംഘടനകളായിട്ടൊക്കെയും ക്രിസ്മസിൻ്റെ ആഘോഷം പങ്കുവയ്ക്കുന്നു. ദൈവമേ, കർത്താവായ യേശു ക്രിസ്തു ഒരു നാളെ പുൽക്കൂട്ട് ജാതമായി. എന്നാൽ ഇക്കാലങ്ങളിൽ മനുഷ്യഹൃദയങ്ങളിൽ ജനിക്കുവാൻ തക്കവണ്ണമുള്ള താഴ്മയും വിനയവും ഓരോ ഹൃദയങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല കർത്താവെ, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിനായി വന്ന കർത്താവിനെ ജാതി മതഭേദം കൂടാതെ എല്ലാവരും സ്വീകരിപ്പാൻ തക്ക ഈ കാലങ്ങളിൽ നിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ലോകത്തിൽ കർത്താവെ, പട്ടിണിയും ഭയവും നിറഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ ഭയരഹിതമായി ജീവിക്കുവാൻ പിറന്ന യേശുവിൻ്റെ സാന്നിധ്യം മതിയായെന്ന് ചിന്തിപ്പാനൊക്കെ വേണം ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ആവശ്യ സന്ദേശം പാരുന്ന തിരുമേനിക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ഗ്രഹിപ്പാനുള്ള ബുദ്ധിയും പരിജ്ഞാവും തടയുക തരണമേ. ഇന്ന് ഗാനങ്ങൾ ശുശ്രൂഷിക്കുന്ന, പാടുന്ന, ആലപിക്കുന്ന എല്ലാ ഗായസംഘങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു കഴിവുകളിലൂടെ ഗാനങ്ങൾ പാടുമ്പോൾ ആ ഗാനങ്ങൾ അടങ്ങിയിരിക്കുന്ന സന്ദേശ സ്വജീവിതങ്ങളിൽ പകർത്തുവാനൊക്കെ വേണം അവരൊരുക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സ്വഭാവവ്യത്യാസമുള്ള എല്ലാ കൂട്ടായ്മകളെയും നിവാചന കർത്താവേ, പള്ളികൾക്ക് വേണ്ടി, പെന്തക്കോസ് കൂട്ടായ്മകൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവർക്കും ഒരുമിച്ച് എക്യുമെനിക്കലായി കൂടിവരാൻ ലഭിക്കുന്ന വലിയ പദവിക്ക് അതിനെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ബ്രാഞ്ചിൻ്റെ ചുമതല വഹിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ശുശ്രൂഷകൾ ദൈവവചനം ഈ പ്രദേശത്ത് വിതറുവാൻ തക്കവണ്ണം, വിതയ്ക്കുവാൻ തക്കവണ്ണമുള്ള അവസരം തീർക്കുകയും ചെയ്യണമേ. എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.
കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമനസ്, ബൈബിൾ സൊസൈറ്റി ഓഫ് വാളകം ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റ് റവറൻഡ് ബിനു സി സാമുവൽ അച്ഛൻ, ബൈബിൾ സൊസൈറ്റി ഓഫ് വാളകം ബ്രാഞ്ചിൻ്റെ രക്ഷാധികാരി റവറൻഡ് തോമസ് ഡാനിയൽ അച്ഛൻ, ഏറ്റവും സ്നേഹാദരണീയനായ വാളകം മാർത്തോമ ഇടവകയുടെ വികാരി റവറൻഡ് സോണി ഫിലിപ്പച്ചൻ, വാളക സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരി റവറൻഡ് തോമസ് മാത്യു അച്ഛൻ, പേരാസ് സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയുടെ വികാരി റവറൻഡ് സാമുവൽ കെ മാത്യു അച്ഛൻ, അണ്ടോർ യെരുശലേം മാർത്തോമ ഇടവകയുടെ വികാരി റവറൻഡ് ഷിജ്മോൻ അച്ഛൻ, വാളകം എക്യുമെനിക്കൽ പ്രസ്ഥാനവുമായി സഹകരിക്കുന്നതായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായക സംഘാംഗങ്ങളെ, പ്രിയമുള്ള ഇടവക ജനങ്ങളെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ആഗമന കാലഘട്ടമാണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ഫലം കായ്ക്കും. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ തിരു അവതാര പിറവിയുടെ സമയത്ത് ആട്ടിടയന്മാര് പാടി ഘോഷിച്ചതായ ഒരു ഗാനമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നീയോ ബേദലഹീം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്റെ ജനമായ ഇസ്രായേലിനെ മേൽപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ബൈബിളിലെ ഈ ആപ്തവാക്യങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഡിസംബർ 25-ാം തീയതി ലോകത്ത് സംജാതമായത്. ആ സുന്ദര ദിവസത്തെ നമ്മൾ ആകാംക്ഷയോടുകൂടിയാണ് കാണുന്നത്. അതിനെ പുൽകുവാൻ വേണ്ടി നമ്മൾ വിവിധ ആഘോഷങ്ങൾ നടത്തുകയാണ്. ഇന്ന് വാളകം ഈ പ്രദേശത്ത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഓക്സിലറിയുടെ വാളകം ബ്രാഞ്ചിൻ്റെ ഒരു സംഗീത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുകയാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ആ കടമയിലേക്ക് ഞാൻ പ്രവേശിച്ചു കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ മുഖ്യ സന്ദേശം നമുക്ക് നൽകുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമനസാണ്. തൻ്റെ തനതായ ശൈലി കൊണ്ട് കൊട്ടാരക്കരയുടെ അമരക്കാരനായി മാറിയതിനു ശേഷം സ്നേഹസ്പർശം കൊണ്ട്, തൻ്റെ ശൈലി കൊണ്ട് അനേക ആളുകളെ ആകർഷിക്കുവാനും സുവിശേഷത്തിൻ്റെ ദൂത് ശരിയായ രീതിയിൽ പകർന്നു നൽകുവാനും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ഇടയ ശ്രേഷ്ഠനാണ് ഇന്ന് നമ്മുടെ ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം, ഈ സംഗീത വിരുന്നിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വളരെ ആദരവോടുകൂടി തിരുമേനിയെ ഈ സംഗീത വിരുന്നിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വാളകം ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് റവറൻഡ് ബിനു സി സാമുവൽ അച്ഛനാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അച്ഛനോട് സഹകരിക്കുവാനും അച്ഛൻ്റെ തന്മയത്വത്തോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ കാണുവാനും ഒക്കെ കഴിഞ്ഞു. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഈ വാളകം ബ്രാഞ്ചിൻ്റെ രക്ഷാധികാരിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റവറൻഡ് തോമസ് ഡാനിയൽ അച്ഛനാണ്. മലങ്കര മാർത്തോമ സഭയിൽ അനേക വർഷക്കാലം വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചതായ അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
വളകം മാർത്തോമ ഇടവകയുടെ വികാരി റവറൻ സോണി പിലിപ്പച്ചൻ, ഞങ്ങളുടെ അച്ഛൻ. വാസ്തവത്തിൽ അടുക്കും ചിട്ടയും എന്ത് എന്ന് മനസ്സിലാക്കുവാനും കർമ്മരംഗത്ത് വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതായ അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഈ പള്ളി ഒരുക്കി ഇത്രയും ജനങ്ങൾക്ക് ഇവിടെ എത്തുവാനായിട്ട് സഹായിച്ചത് റവറൻ തോമസ് മാത്യു അച്ഛൻ്റെ ആ നല്ല മനസ്സും സ്നേഹവുമാണ്. വളരെ നല്ല രീതിയിൽ ഞങ്ങളെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും നല്ല ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതായ റവറൻ തോമസ് മാത്യു അച്ഛനോ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പേര സെന്റ് തോമസ് സെന്റ് ജോൺസ് ഇടവകയുടെ വികാരിയായി പ്രവർത്തിക്കുന്നതായ റവറൻ സാമുവൽ കെ മാത്യു അച്ഛൻ, അതുപോലെ അണ്ടൂർ എറുശലേം മാർത്തോമ ഇടവകയുടെ വികാരിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റവറൻ ഷിജുമോൻ അച്ഛൻ, ഇവർ 2 അച്ഛന്മാരെന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. രണ്ടുപേരെയും വളരെ ആത്മാർത്ഥമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ വാളകത്ത് പ്രവർത്തിക്കുന്നതായ ക്രൈസ്തവ സഭകളുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. CSI, അതുപോലെ ഓർത്തഡോക്സ്, കാത്തലിക്സ്, മാർത്തോമ, CSI ചർച്ച് വാളകം, പനവേലി ബദേൽ, അമ്പലക്കര ഇമ്മാനുവേൽ, പേര സെന്റ് പോൾസ്, അതുപോലെ അണ്ടൂർ എറുശലേം, പുല്ലങ്കോട് സെന്റ് തോമസ്, പൊടിയാട്ടുവിള സെന്റ് തോമസ്, ഇങ്ങനെ വിവിധ ഇടങ്ങൾ, അതുപോലെ വൈക്കൽ CSI പള്ളി, ഇവരെല്ലാവരും ഇന്ന് ഈ സംഗീത വിരുന്നിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന് ശക്തമായ നേതൃത്വം നൽകുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീ KG തോമസ് സാറും, ട്രഷററായി പ്രവർത്തിക്കുന്നതായ ബേഗുടി സാറും, ജോയിന്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നതായ ഷിജു സാമുവലുമാണ്. വളരെ നല്ല രീതിയിലുള്ള നേതൃത്വം അവർ നൽകുന്നു. അവരെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയിൽ നിന്നും മറ്റ് ഇടവകയിൽ നിന്നും അതുപോലെ സഹോദരി സഭകളിൽ നിന്നും വന്നതായ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനവരതമായ കൃപാവരങ്ങൾ ഈ സംഗീത വിരുന്നിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ചേർന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി വാളൻ ബ്രാഞ്ചിൻ്റെ ക്രിസ്മസ് കാരൽ സർവീസായിട്ട് കൂടി വരുന്നതിന് ദൈവം വരാൻ അവസരം നൽകിയത് ഓർത്ത് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നശിച്ചു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മുഴുവൻ ലോകത്തോടുള്ള സ്നേഹമായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സ് മുഴുവൻ നമ്മുടെ മനസ്സിൽ ആരാണോ ഉള്ളത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവൻ കളയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ജീവൻ കളയുന്നത് കൊണ്ടാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ കുഞ്ഞുങ്ങളാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സ് മുഴുവൻ ലോകത്തോടുള്ള സ്നേഹമായിരുന്നു. എപ്പോഴും ലോകത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് ലോകത്തിന് വേണ്ടി ജീവൻ കൊടുക്കാമെന്ന് ദൈവത്തിന് തോന്നിയത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം മുഴുവൻ നമ്മളൊരു വാക്കിൽ നമ്മൾ സംഗ്രഹിക്കുകയാണെങ്കിൽ ലവ്, സ്നേഹമാണ്. ദൈവ സ്നേഹം തന്നെ എന്നാണ് പറയുന്നത്. ഈ സ്നേഹം എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ ലവ് എന്നാണ് പറയുന്നത്. ലവ് എന്നുള്ളത് ഒരു ഫ്രഞ്ച് വാക്കായ ലിയോഫ് എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നാണ് വാങ്ങുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ സീറോ എന്നാണ്, നത്തിങ് എന്നാണ്, ഒന്നുമില്ലെന്നാണ്, ശൂന്യം എന്നാണ്. അതുകൊണ്ടാണ് ഒരു ബാഡ്മിൻ്റൺ കളി ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ലവ് ഓൾ എന്ന് പറയും. ഒരു വോളിബോൾ കളിയൊക്കെ ആരംഭിക്കുമ്പോൾ ലവ് ഓൾ എന്ന് പറയും. 0-0 എന്നാണ് എൻ്റെ അർത്ഥം. ദൈവം ലോകത്തിന് വേണ്ടി തന്നെ ശൂന്യമാക്കി തന്നതാണ്, സ്വയം വെറുമയാക്കി തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് പറയുന്നത്, ഒരു വെറുമയാക്കലിൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സെൽഫിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സെൽഫ് പ്രൊജക്ഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ദൈവം സെൽഫിനെ എല്ലാം സ്വർഗത്തിലിരിക്കാതെ അതിനെല്ലാം എംപ്റ്റി ആക്കിയിട്ട്, അതിനെല്ലാം ശൂന്യമാക്കിയിട്ടൊരു മനുഷ്യനായിട്ട് വന്ന് ജനിച്ചു എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. ഒരിക്കലും ഒരു ബംഗാളി പോയറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഗംഗാധർ മെഹർ എന്നാണ്. അദ്ദേഹം അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് സാധാരണ ഇതിൽ അങ്ങനെ ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അയാളോട് പറയാണ്, ഞാൻ നിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമെങ്കിൽ, ഞാൻ നിന്നിൽ പ്രസാദിക്കണമെങ്കിൽ, ഞാൻ സൃഷ്ടിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് കാൽക്കൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ട് പോരാം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അന്വേഷിക്കാനായിട്ട് പോകുമ്പം അദ്ദേഹം നോക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പുല്ലും ചെടിയും മരവും മനുഷ്യനും മൃഗങ്ങളും എല്ലാം. അപ്പോൾ അദ്ദേഹം ഭയങ്കര നിരാശനായിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് വന്നു. പറഞ്ഞു, ഒന്നും കണ്ടില്ല, നീ എല്ലാം നിന്റെ സൃഷ്ടിയാണ്, നീ സൃഷ്ടിക്കാത്തതായിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, നീ ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കുക, ഒരു പക്ഷേ കിട്ടിയാലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിനൊടുവിൽ അദ്ദേഹം കണ്ടുപിടിച്ചു, എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ ഞാനെന്ന ഭാവം, ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, ഇതെല്ലാം എൻ്റെ സ്വന്തം സൃഷ്ടികളാണ്. അപ്പോൾ അദ്ദേഹം ഓടി അമ്പലത്തിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും കുശുമ്പും ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് അദ്ദേഹം ഏതാണ്ടാണ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ സംഗതികളെല്ലാം കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ അടുക്കൽ വെച്ചിട്ട് അവിടുന്ന് ധന്യനായി പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഒന്നുമില്ലാതായിത്തീർന്ന് നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി വന്ന് ഇവിടെ നമുക്ക് വേണ്ടി നിന്നു എന്നുള്ളതാണ് ഈ ക്രിസ്മസിൻ്റെ വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വാളകത്ത് ഈ ദേശത്തുള്ള ആളുകൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇങ്ങനെ ആഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുന്നതിൽ നിശ്ചയമായിട്ട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ പാട്ട്, നമ്മുടെ അലങ്കാരങ്ങൾ, നമ്മുടെ യൂണിഫോംസ്, അല്ലെങ്കിൽ നമ്മുടെ അതുപോലുള്ള കേക്ക് വിതരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഈ ക്രിസ്മസിന് ദൈവം തരുന്ന ചിന്ത എന്ന് പറയുന്നത് ലോകത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്, ലോകത്തിന് വേണ്ടി വെറുമയാക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിലേക്ക് ഞാൻ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി സമയം അധ്യക്ഷ പ്രസംഗം എന്നുള്ള നിലയിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തിരുമേനി നമ്മളോടൊപ്പം വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ദേവദാനം, CSIയിലെ ദേവദാനം അച്ഛനും ഇപ്പോൾ വന്നിട്ടുണ്ട്. അച്ഛനോടൊപ്പം സന്തോഷം അറിയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടുകൂടി അനുഗ്രഹത്തിനായ ഒരു ക്രിസ്മസും ഒരു പുതിയ വർഷവും ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ക്രിസ്മസ് സംഗീത വിരുന്നിൻ്റെ അധ്യക്ഷൻ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ വാളകം ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റ്, രക്ഷാധികാരിയുണ്ട് ഇവിടെ, അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഗായ സംഘത്തിൻ്റെ അംഗങ്ങളെ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ആദ്യമായി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വാളകം ബ്രാഞ്ച് ഇത്തരത്തിലൊരു സംഗീത വിരുന്ന് ഇവിടെ ക്രമീകരിക്കുന്നതിൽ അതിൻ്റെ ചുമതലക്കാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ബിഷപ്പായതിനു ശേഷം തുടർച്ചയായി ഇങ്ങനെയുള്ള ക്രിസ്മസ് ഗാന ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മിക്കവാറും എല്ലാ ദിവസവും ഉണ്ട്. അതൊക്കെ ഒരു ദേശത്തിൻ്റെ നന്മയായിട്ടുള്ള നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ ഷിബു കെ തോമസ് അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ കേട്ട് ഞാനിങ്ങനെ ദൈവം ഭൂമിയിൽ വന്നതുപോലെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ വേദവാക്യങ്ങളൊക്കെ ഇങ്ങനെ പമ്പ ഒഴുകുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്പം അസൂയ തോന്നി. ഞാൻ ഓർത്തുകൊണ്ട് വന്ന പോയിന്റ് പോലും ഇപ്പോൾ ഓർക്കുന്നില്ലല്ലോ, എനിക്കെന്തൊരു മറവിയാണ്. വേറെ ഒരാളിൻ്റെ ഈ വലിയ ഓർമ്മ കണ്ടപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ അസൂയയും എനിക്ക് തോന്നി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരും ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും ശ്രദ്ധിക്കാതിരിക്കുന്ന 2-3 പേരെ കാണുന്നു. അവരോട് ഇങ്ങനെയുള്ള ഈ ദുഷ്ടത, നിങ്ങളുടെ അല്ല എൻ്റെ ദുഷ്ടത നിലനിൽക്കരുത് എന്ന് നിങ്ങൾ ഈ ക്രിസ്മസിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം എനിക്കിന്ന് 2-3 വെല്ലുവിളികൾ നമുക്ക് ഒരുമിച്ച് മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രസംഗത്തെ. അതിന്ന് മാർത്തോമാ സഭയുടെ എല്ലാ പള്ളികളിലും വായിച്ച വേദഭാഗങ്ങളാണ്. പഴയ നിയമത്തിലും സുവിശേഷത്തിലും വായിച്ച. പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ഒരു ശിശു അങ്ങനെ ജനിക്കും, ആ ശിശുവിന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനാകുന്ന ഭാഗം വായിച്ചിട്ട് ഒരു ശിശു ജനിക്കും, അതിന് ദൈവം നമ്മളോട് കൂടെയുള്ള ഇമ്മാനുവേൽ എന്ന പേര്. അപ്പം ഇന്ന് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ളത്, ഇത് ദൈവത്തിൻ്റെ പഴയ നിയമത്തിൽ പ്രവാചകനിലൂടെയും പുതിയ നിയമത്തിൽ കൃത്യമായി യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടും ഉള്ള ഡിവൈൻ അഷ്വറൻസ് ആണ്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. ഗോഡ് ഈസ് വിത്ത് us, ഗോഡ് ഈസ് ഇമ്മാനുവൽ, ഈസ് വിത്ത് us, ഈസ് വിതിൻ us, ഈസ് അറൗണ്ട് us, നോ ഡൗട്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ആം ഐ വിത്ത് ഗോഡ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ? ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമുക്ക് ഒരു പെങ്കൊച്ചിനെ നല്ല ഇഷ്ടമാണെന്ന് തോന്നി. ആ പെങ്കൊച്ച് അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമാണ്. ഇനി ഇതെല്ലാം ആലോചിച്ച് എനിക്ക് ഏത് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഇത് കേൾക്കാതിരിക്കരുത്. ബാക്കിയുടെ എനിക്കിഷ്ടമാണ്, പക്ഷെ ആ കൊച്ചു എന്നെ അറിഞ്ഞിട്ടുമില്ല, എന്നെ ഇഷ്ടമല്ല. മനസ്സിലായി? എന്തൊരു കഴിവക്കേടാണ്. നമ്മൾ ചുമ്മാതെ മനസ്സിൽ കൊണ്ടു നടക്കുക. ദൈവം നമ്മളെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. നമ്മൾ ദൈവത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. സത്യസന്ധമായി ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 2024 ക്രിസ്മസ് ഇമ്മാനുവേലായ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഡിവൈൻ അഷുറൻസിനോട് നമുക്ക് ഒരു ക്രിയേറ്റീവ് റെസ്പോൺസ് ഉണ്ടാകട്ടെ. ദൈവമേ, നീ എന്നോടുകൂടെ ഉണ്ടല്ലോ, ഞാനും നിന്നോടുകൂടെ ഉണ്ട്. ഈ ജേർണി ടുഗദർ ഈസ് ഓൾവേസ് എ സേവിങ് ജേർണി. ഇപ്പൊ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവരിങ്ങനെ നിരാശരായി ഇങ്ങനെ 2 പേരും നടന്നുകൊണ്ടിരിക്കുക. അവരുടെ മുഖം വാടിയിരിക്കുന്നു. അവര് വല്ലാതെ ജീവിതത്തിൽ ഒരു അർത്ഥം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ്. അപ്പോഴാണ് ഒരു അൺനോൺ ആയിട്ടുള്ള ആൾ കൂടെ കൂടുന്നു. പിന്നെ അത് യേശുവാണെന്ന് അറിയുന്നു. ദെൻ ദേ ഹാഡ് എ ജേർണി ടുഗദർ. നമ്മളതിന് എമ്മൗസ് ജേർണി എന്ന് പറയും. ആ യാത്ര അവരെയും രക്ഷിച്ചു, സമൂഹത്തെയും രക്ഷിച്ചു. ഓൾ ജേർണി ടുഗദർ ഈസ്
എ സേവിങ് സീക്രട്ട് ജേർണി. ഇന്ന് പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോൾ മറ്റേയാൾ കൂടെ ഉണ്ടെങ്കിലും ആ കൂടെയുള്ളയാൾ ഉള്ളിലില്ല, വെളിയിലാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി ആയിട്ട് തീരേണ്ടത് ആണ് ആവശ്യം. അതിനോട് ചേർന്ന് ബൈബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായതുകൊണ്ട് കഴിഞ്ഞ ഒരു 2 വർഷമായി ഞാൻ ചെറിയ രീതിയിൽ നടത്തുന്ന ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം 100% ശരിയാകണമെന്നില്ല. മാർത്തോമാ സഭയിലെ പുരുഷന്മാർ വേദപുസ്തകം വായിക്കുന്നത് ക്രമാതീതമായി കുറവാണ്. ഇത് ഞാൻ ഈ ആദ്യ കുർബാനയ്ക്കൊക്കെ വരുന്ന കുട്ടികളോട് അബ്രപ്റ്റായിട്ട് ചോദിക്കുമ്പോൾ വീട്ടിൽ ആരാണ് വായിക്കുന്നത്? അപ്പനാണ്. എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥനയുണ്ട്. അപ്പനാണോ അമ്മയാണോ വല്യപ്പനാണോ ഒക്കെ. വല്യപ്പനും വല്യമ്മയുള്ള വീട്ടിൽ അവരാണ് വായിക്കുന്നത്. അതല്ലാതെയുള്ള വീട്ടിൽ അമ്മമാരാണ് വായിക്കുന്നത്, അമ്മമാരാണ്. അപ്പന്മാരല്ല. ഇന്നും ഞാൻ പറഞ്ഞിട്ട് വരികയാണ്, വേദപുസ്തകം വായിക്കാത്ത ഒരു വായും അനുഗ്രഹിക്കപ്പെടത്തില്ല. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വെറും ജൽപ്പനങ്ങളായിരിക്കും. അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ എന്നുള്ള നിലയും അതിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലും നമുക്ക് ഈ സമൂഹത്തിൽ ഉറപ്പാക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാ ക്രൈസ്തവരെങ്കിലും എല്ലാവർക്കും വായിക്കാം. ബൈബിൾ എല്ലാവർക്കും ഉള്ളതാണ്. സ്ക്രിപ്ചർ ഈസ് ഫോർ ഓൾ. നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും നിന്റെ വചനം കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം. നിന്റെ വചനം നിമിത്തം നമ്മളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. സോ പെർമിറ്റ് ദ വേർഡ് ടു പെർമിയേറ്റ് ഇൻ യുവർ ബീയിങ്. അപ്പൊ ഈ വചനം നമ്മുടെ സിരകളിലൂടെ ഒഴുകാൻ നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ചിന്തയും എല്ലാം വിമലീകരിക്കപ്പെടും. അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റിയുടെ ചുമതലക്കാരാണ് എന്നുള്ളത് കൊണ്ടും ബൈബിൾ വായിച്ചോണം നിർബന്ധമില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് ബൈബിൾ സൊസൈറ്റിയുടെ ചുമതലക്കാരെല്ലാം ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും വേദപുസ്തകം വായിച്ചാൽ പോരാ, വേദപുസ്തകം നമ്മെ വായിക്കാനൂടെ അനുവദിക്കും. അപ്പോൾ വായിച്ചത് കൊണ്ട് ഗുണമില്ല. ഇറ്റ് ഈസ് നോട്ട് മിയർലി റീഡിങ് ദ സ്ക്രിപ്റ്റ്. പക്ഷേ ബൈബിൾ നമ്മളെ വായിക്കുവാൻ അനുവദിക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ സമയമായിട്ട് ഇത് തീരേണ്ടത് ആവശ്യമാണ്. മുഴുവൻ ആളുകളും വേദപുസ്തകം നമുക്ക് 2 കൂട്ടം ആളുകളാകാം. വി ക്യാൻ ബി വേർഡി പീപ്പിൾ ഇൻ ദ വേൾഡ്. വചന ജീവികളായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. ആൻഡ് വി ക്യാൻ ലിവ് വിത്തൗട്ട് ദ വേൾഡ്. എ വേൾഡ് വിത്തൗട്ട് വേർഡ് ക്രിയേറ്റ്സ് എ വൈൽഡ് ലൈഫ്. അത് ഒരു വന്യജീവിതമാണ്. വേദപുസ്തകം വായിക്കാത്ത എല്ലാ മനുഷ്യനും വന്യ മനുഷ്യരാണ്. അവർ മാന്യരല്ല. കാരണം അവരുടെ മനസ്സിൽ ഈ ദൈവികതയുടെ അംശമില്ല. ഏത് ജീവിതവും ദൈവത്തിൻ്റെ അംശമില്ലെങ്കിൽ അത് അർത്ഥശൂന്യമായിരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ ഒറ്റ കാര്യം ആണ് ആകെ ഉള്ളൂ. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ 2 സന്ദർശനങ്ങൾ വളരെ നമുക്ക് സന്തോഷമായി തോന്നുന്നത്. ആദ്യത്തെ ഈ യേശു ജനിച്ചു എന്നുള്ള ഈ പ്രഖ്യാപനം ലഭിക്കുന്നത് ആട്ടിടയന്മാർക്കാണ്. ആണോ അല്ലയോ? ആട്ടിടയന്മാർ. അപ്പോൾ ഇങ്ങനെ ആകാശവീതിയിൽ മാലാഖമാർ നിന്ന് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ടിട്ട് ആട്ടിടയന്മാർ യേശുവിനെ കാണാനായിട്ട് വന്നു. ഹു ആർ ദ ഷെപ്പേർഡ്സ്? ഒരു സമൂഹത്തിൽ ഒരിക്കലും റിലീജിയസ് ആകാൻ അനുവാദമില്ലാത്തവരാണ്. കാരണം അവരെപ്പോഴും ഈ ആടുകളുടെ കൂടെ ജീവിക്കുക. അവരെ യഹൂദന്മാർക്ക് വെറുപ്പാണ്. അവരെ ഒരിക്കൽ പോലും ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകാൻ അവർക്ക് അവസരവുമില്ല, അനുവാദവുമില്ല. അവര് തള്ളപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും അർത്ഥമില്ലാത്തവരും എല്ലാം ആടിൻ്റെ ഗന്ധമുള്ള ഒരു മനുഷ്യർ. അപ്പൊ അവർക്ക് ആദ്യമേ പ്രത്യക്ഷനാകുന്നത് അവർക്കാണ്. നമ്മുടെ ഒരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ ഏറ്റവും ഒരു അൺവൈസ് ആയിട്ടുള്ള ആളുകൾക്കാണ് അത് പ്രത്യക്ഷനായത്. ഒരു പാട്ടിലാണ്, ഒരു പ്രസൻസ് ഉണ്ട്, ഒരു വർത്തമാനമുണ്ട്. രണ്ടാമത് യേശുവിൻ്റെ അടുത്ത് വരുന്നത് നമ്മൾ വായിക്കുന്നത് ദേ ആർ ദി വൈസ് പീപ്പിൾ. വലിയ ബുദ്ധിമാന്മാരാണ്. നമുക്ക് കമ്പയർ ചെയ്യാവുന്നത് നമുക്ക് അബ്ദുൽ കലാം അദ്ദേഹത്തോടാണ്. അതുപോലെയുള്ള വിദ്വാൻമാർ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർക്ക് ഇന്റർപ്രിട്ടേഷൻസ് ഒന്നും ആവശ്യമില്ല. അവർക്ക് സയൻസ് മതി, അടയാളം. ബിക്കോസ് ദേ ആർ കേപ്പബിൾ ടു ഇന്റർപ്രറ്റ് ദി സയൻസ്.
അവർക്ക് അടയാളങ്ങൾ മനസ്സിലാകുന്ന വലിയ ബുദ്ധിജീവികളാണ്. അപ്പം ഒരു കാര്യം വളരെ പ്രത്യേകമാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമില്ലാത്തവരും സാധാരണക്കാരും അവഗണിക്കപ്പെടുന്ന ആളുകളുടെ ആത്യന്തികമായ ആവശ്യം ദൈവമാണ്. ഗോഡ് ഈസ് എ ഗ്രൗണ്ട് ഓഫ് അവർ ബീയിങ്. അതുകൊണ്ട് ഗോഡ് ഈസ് ഇറ്റേണലി എസെൻഷ്യൽ ഫോർ us. നമ്മുടെ പ്രാണവായു പോലെ ഒരു ക്രൈസ്തവന് അവന് ദൈവവിചാരത്തിൽ ജീവിക്കുന്നതിന് ദൈവം അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി. ദൈവമേ ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ട് നമ്മൾ ദൈവികരാകണമെന്നില്ല. വി ഷുഡ് ബി കൺട്രോൾഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ ശക്തിയാലും നമ്മൾ നിയന്ത്രിക്കപ്പെടും. അവർക്ക് മാത്രം ചില ആളുകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ 21st സെഞ്ച്വറിയിൽ നമ്മളെല്ലാം നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൂട്ടം ആളുകൾ ദൈവവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. അവർ പാവപ്പെട്ടവരൊന്നുമല്ല. ദേ ആർ ദി വൈസ് പീപ്പിൾ. അവർ വിചാരിക്കുന്നത് ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഗോഡ് ഈസ് നോൺ ഇഷ്യൂ ഫോർ ദം. They are people not rejecting God, denying God. അവർ ദൈവത്തെ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ദൈവം അവർക്കൊരു നോൺ ഇഷ്യൂ ആണ്. യു ടേക്ക് ദി ഹാർവാർഡിയൻസ്. അവരൊന്നും റിലീജിയസ് ആയിരിക്കണം നിർബന്ധമില്ല. അവർക്ക് റീസൺ ആണ് പ്രധാനം. ദേ ആർ കൺവീനിയൻ്റ്ലി റീപ്ലേസിങ് ഗോഡ് വിത്ത് റീസൺ. ബുദ്ധിയാണ്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങളോട് ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കും, നിങ്ങൾ സൺഡേ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾ പരീക്ഷ എഴുതിയില്ല എങ്കിൽ ഉള്ള മാനസിക സ്ഥിതി, അവൻ്റെ +2 തലേന്ന്, അവന് നീറ്റിന് എഴുതിക്കാനിരിക്കുകയാണ്, തലേന്ന് അവന് പരീക്ഷ എഴുതാൻ ഒക്കാത്തവണ്ണം തലവേദന വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനിൽ ഏറ്റവും വലിയ ടെൻഷൻ ഏതായിരിക്കും? നിങ്ങൾക്ക് മലയാളം ഉപായം മനസ്സിലാകത്തില്ലേ? ഏതായിരിക്കും? എന്നാ കേൾക്കുന്നില്ല? പരീക്ഷ. അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനല്ല. സൺഡേ സ്കൂളിൽ പരീക്ഷ എഴുതിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ +2 പരീക്ഷയ്ക്ക് ചെറിയ കോട്ടം വന്നാൽ അവൻ്റെ ഭാവി തകരും. അപ്പോൾ നമ്മുടെ ഭാവി തകർക്കുന്നത് ദൈവമാണോ വേറെ എന്തെങ്കിലും ആണോ? സോ സൺഡേ സ്കൂൾ ഈസ് നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റ്. മൺഡേ സ്കൂൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, മൺഡേ സ്കൂൾ വിത്തൗട്ട് സൺഡേ സ്കൂൾ മേക്സ് ഓൺലി വൈൽഡ് ലൈഫ്. നോ ഡൗട്ട്, അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. അവർ ലോകത്തെ രക്ഷിക്കുകയല്ല, ലോകത്തെ ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ കൊന്നുകളയും. ഒരു സമർത്ഥനായിട്ടുള്ള ഡോക്ടർ ഒരു അവൻ്റെ ആലോചിച്ച് നോക്കിക്കുക, അവൻ്റെ ബുദ്ധി അവൻ്റെ ക്രിയേഷനാണോ ദൈവം കൊടുത്തതാണോ? നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇറ്റ് ഈസ് പ്യൂർലി ഗോഡ്സ് ഗിഫ്റ്റ്. ദൈവം കൊടുത്ത ബുദ്ധിയെ, ദൈവം ഈ ലോകത്തെ നന്നാക്കാൻ കൊടുത്ത ഈ അറിവിനെയും കഴിവിനെയും വിറ്റ് കാശാക്കുന്നത് ദൈവികമാണ്. നമ്മൾ എന്ത് ആത്മീയതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇന്നലത്തെ ഞങ്ങളുടെ ശരീര സംഘത്തിന് ക്രിസ്മസിൻ്റെ ആത്മീയതയെക്കുറിച്ചാണ് ഒരു മുടിമുടിക്കായിട്ടുള്ള ഡോക്ടറാണ് സംസാരിച്ചത്. വേർ ഈസ് അവർ സ്പിരിച്വാലിറ്റി? അപ്പം നമ്മളിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് എനിക്കിപ്പോൾ പറയാൻ അറിയാൻ പാടില്ല. പക്ഷെ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതിനകത്ത് അച്ഛന്മാരും പെടും. കാരണം അവരും മനുഷ്യരല്ലേ, നമ്മുടെ കൂടെ താമസിക്കുന്നവരാണ്. അവർക്കും മൺഡേ സ്കൂൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സൺഡേ സ്കൂൾ. I didn't say Sunday school alone is ultimate. Therefore, we need a meaningful blending of Sunday and Monday, the secular and the profane. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ ഗൗരവമായിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, അതിൻ്റെ കെയറോഫിലാണ് ഈ വൈസ് പീപ്പിൾ. അവർ വന്നിട്ട് ഈ ആസ്ട്രോഫിസിസ്റ്റ് അവർ വന്ന് യേശുവിനെ കണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസനും അവൻ്റെ ആയുസ്സിൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ദൈവം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ മനുഷ്യന് മനുഷ്യനാകാൻ ഒക്കുകയില്ല. മനുഷ്യന്റെ കൂടെ നടന്ന ദൈവം ഏദൻ തോട്ടത്തിൽ ദൈവത്തെ മാറ്റിയപ്പോൾ ഈ ലോകം അധപ്പതനത്തിലേക്കും പാപത്തിലേക്കും വീണു. ശരിയോ തെറ്റോ? എന്താ വരും എന്ന് പറഞ്ഞ് രക്ഷിച്ചുകൊണ്ട് പോകുന്നു ആണ്. അപ്പോൾ ദൈവം ഇവിടെ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആ മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വരണം. അങ്ങനെയുള്ള ഒരു റിവേഴ്സൽ ഓഫ് ഓർഡർ. നിങ്ങൾ നോക്കിക്കേ, ഈ ക്രിസ്മസ് ഇറ്റ് ഈസ് എ ഡിസെൻഡിങ് ഓർഡർ. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. എന്തിനാണ്? ഈ മനുഷ്യപുത്രന്മാരെ
ദൈവപുത്രന്മാരാക്കാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് തീർന്നു. ഈ ഈ ഒരു ദർശനം നമ്മളെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം, ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യമാണ് ആദ്യവും അവസാനവും പറയുന്നത്, നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല, കുഴപ്പമേ ഉള്ളൂ. നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും എവരിത്തിങ് മൈനസ് ഗോഡ് ഒരു വലിയ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വണ്ടർ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വെറും സാധാരണക്കാരായ ആളുകളെ നോക്കുക, വെരി ഓർഡിനറി പീപ്പിൾ പ്ലസ് ഗോഡ്. അവർ വലിയ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ സൃഷ്ടിച്ചു. ബൈബിൾ സൊസൈറ്റിയുടെ ഈ സംഗീത വിരുന്നിൽ എനിക്ക് ദൈവനാമത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഈ വചന ജീവികളായി ജീവിച്ച് ഈ ലോകത്തിൽ മനുഷ്യർ ദൈവത്തെ കേന്ദ്രത്തിൽ സൃഷ്ടിച്ച് മനുഷ്യത്വമുള്ള മനുഷ്യരാകണം. ആ മനുഷ്യൻ ഇതാ അത് യേശുവായി. ആ മനുഷ്യത്വമുള്ള മനുഷ്യരായി ഈ ദേശം, ഈ ലോകം അനുഗ്രഹിക്കപ്പെടുന്നതിന് നമ്മളെ സമർപ്പിക്കുന്ന സമർപ്പണ സമയം കൂടിയായി തീരട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. പുതിയ സംവത്സരത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം സശ്രദ്ധം കേൾക്കുന്നു എന്നുള്ള മട്ടിലിരുന്ന് വേറെ പലതും ആലോചിച്ചുകൊണ്ടിരുന്നവരെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഈ ലോകത്തെ അനുഗ്രഹിക്കും.
ബേതേൽ മർത്തോമ ചർച്ച് പണിതീർ.
ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിവച്ചൻ, രക്ഷാധികാരി ബഹുമാനപ്പെട്ട തോമസ് ദാനിയലച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വാളകം ബൈബിൾ സൊസൈറ്റിയുടെ ഔദ്യോഗിക ഭാരവാഹികളെ, വിവിധ ഇടവുകളിൽ നിന്നും ഗാനം ആലപിക്കുന്നതിനായി ആഗതരായിരിക്കുന്ന ഗായക സംഘങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ സ്നേഹം. ഈ ക്രിസ്മസ് സന്ധ്യ ആശംസ അറിയിക്കുന്നതിന് എനിക്ക് ലഭിച്ച അവസരം ഒരു പ്രിവിലേജായി, സ്വർഗീയ നിയോഗമായി ഞാൻ മനസ്സിലാക്കും. പ്രഥമമായി ക്രിസ്മസ് ആശംസകൾ നേരുകയും ചെയ്തു. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് സ്വീഡൻ. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സ്ഥലം എന്നാണ് സ്വീഡനെ കുറിച്ച് അറിയുന്നത്. യൂറോപ്യൻ രാജ്യം. ആ രാജ്യത്ത് സംഭവിച്ച ചരിത്ര സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ആശംസ അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. സ്വീഡനിലെ തിരക്കേറിയ വീഥിയിലൂടെ ഒരു ബസ്സിൽ ചില വ്യക്തികൾ യാത്ര ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ഒരു അമേരിക്കൻ പട്ടാളക്കാരനുമാണ്. പൊതുവെ ഒരു വാചാലരാണ്. നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരും ഒട്ടും മോശവുമല്ല. അപ്പോൾ ഈ അമേരിക്കൻ പട്ടാളക്കാരൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അമേരിക്കയാണ്. സാധാരണ പൗരനും വൈറ്റ് ഹൗസിൽ ചെന്ന് പ്രസിഡന്റുമായി സംസാരിക്കുന്നതിനും ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. വാചാലനായി അദ്ദേഹം സംസാരിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ആ ബസ്സിലിരുന്ന ഒരു യാത്രക്കാരൻ അടുത്ത ബസ് സ്റ്റോപ്പിലാണ്. തൊട്ടടുത്ത് നിന്ന് യാത്രക്കാരൻ ചോദിച്ചു, അല്ലേ സുഹൃത്തെ, ഇപ്പോൾ ബസ്സിൽ ഇറങ്ങിയ ആളിനെ താങ്കൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ബസ്സിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ആളാണ് ഈ രാജ്യം ഭരിച്ചിരുന്ന കിങ് ഗുസ്താവ് 6. ഇത് ചരിത്ര സംഭവം. ഞാൻ പറയാൻ ഒറ്റ കാര്യമുണ്ട്. ദൈവവും മനുഷ്യനും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് ക്രിസ്മസ്. നമ്മുടെ തക്സയിൽ മനോഹരമായ ഒരു പദപ്രയോഗമുണ്ട്, സ്വർഗം ചായച്ചിറങ്ങി വന്ന ദൈവം. ഇന്ന് ആൾദൈവങ്ങളുടെ കാലമാണ്. ദൈവമാകാൻ മനുഷ്യന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, സാംസ്കാരിക പശ്ചാത്തലം. പക്ഷേ ക്രിസ്മസ് എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവമായ ചരിത്രമല്ല, ദൈവം മനുഷ്യനായ ചരിത്രം. ഒരു മനുഷ്യൻ എപ്രകാരമായിരിക്കണം എന്നുള്ളതിൻ്റെ ദൈവത്തിൻ്റെ ആൻസറാസ് ഉത്തരമാണ് മനുഷ്യൻ എന്ന് പറയാം. നമ്മുടെ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് മനുഷ്യത്വത്തിൻ്റെ സന്ദേശം. ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി തീരുന്നതാണ് ക്രിസ്മസ്. അത് തന്നെയാണ് രക്ഷ. വേദപുസ്തകം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഴിമതി, മൂല്യച്യുതി, രാഷ്ട്രീയ ഘടനകളെയും ഇവൻ ആധ്യാത്മിക കൂട്ടങ്ങളെയും ബാധിച്ചിരിക്കുക. ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ടിരിക്കുക. സത്യമേതാണ്, അസത്യമേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുക. സത്യാനന്തര കാലഘട്ടം ഞാൻ അച്ഛന്മാരൊക്കെ പറയും. അതാണ് നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലം. ഇവിടെയാണ് മനുഷ്യത്വത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന
മനുഷ്യനായി രൂപപ്പെടണം. അതാണ് ക്രിസ്മസിന് ഏറ്റവും പ്രബലമായ സന്ദേശം. സ്നേഹമുണ്ട്, സഹോദരമുണ്ട്, സൗഹൃദമുണ്ട്, സമ്മാനം കൊടുക്കലൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുന്നത് അത് മനുഷ്യത്വത്തിൻ്റെ സന്ദേശം. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. അതാണ് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. ശരിയായ ബന്ധങ്ങൾ ഉരുവാകുക എന്നുള്ളതാണ്. റൈച്ചസ്നെസ് ഈസ് റൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ശരിയായ നീതിയാണ് ദൈവരാജ്യം. ശരിയായ ബന്ധമാണ് നീതി എന്ന് പറയുന്നത്. നീതി ഉള്ളിടത്തെ ദൈവരാജ്യമുള്ളൂ. അവിടെ ക്രിസ്മസ് സാന്നിധ്യമാവുകയുള്ളൂ. എൻ്റെ വാർത്ത അവസാനിപ്പിക്കാം. അതുകൊണ്ട് യേശുവിൽ നാം എടുത്ത ആ മാനവികത, ആ മനുഷ്യാർത്ഥം സംശീകരിച്ച് സമൂഹത്തിന് സുഗന്ധമായി, സൗരഭ്യമായി, തെളിനീരായി ഈ ഭൂമിയിലാകുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയും ചെയ്യും. ഗാനം ആലപിക്കുന്നതിനായി പൊടിയാട്ടുവിള സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലെ കൊയർ അംഗങ്ങളെ ക്ഷണിക്കുന്നു. ക്രോസ് ചർച്ച് റെഡിയായി നിൽക്കേണ്ടതാണ്. Bum, 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 bum.